ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസം നമ്മൾ എങ്ങനെ അല്ലെ മാക്സിമം പഠിച്ചിട്ട് എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കാന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കേണ്ടത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, അറൌണ്ട് അസ് ഇൻ ഡിഫറെന്റ് ഫോംസ്, പല രൂപത്തിൽ നമുക്ക് ചുറ്റും എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നു. ഒരുപാട് എക്സ്പെരിമെന്റ്സ്, പരീക്ഷണങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ക്രിസ്മസ് എക്സാമിനും നമ്മുടെ LSS എക്സാമിനും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. LSS എഴുതുന്നവർക്ക് പ്രത്യേകമായിട്ട് അയച്ചു കൊടുക്കുക, അവർക്കും ഇതൊക്കെ ആവശ്യമാണ്. ഇനി അല്ലാത്തവരാണെങ്കിൽ ക്രിസ്മസ് എക്സാമിനും എന്താണ് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു എന്താണ് ആകെത്തുക എന്ന് പറയുന്നത് 3 അവസ്ഥകളെ പറ്റിയാണ് അല്ലെ. നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ആ വസ്തുക്കളെ നമുക്ക് 3 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട് അല്ലെ. അപ്പൊ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഖരമാണ് അല്ലെ. ഖരം എന്ന് പറയുന്ന അവസ്ഥയിലുള്ള വസ്തുക്കളുണ്ട്. ഇനി ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ്രാവകമാണ് അല്ലെ, ദ്രാവക അവസ്ഥയിലുള്ള വസ്തുക്കളുണ്ട്. ഗ്യാസ് എന്ന് പറയുമ്പോ എന്താണത്, വാതകമാണ് അല്ലെ, വാതക അവസ്ഥയിലുള്ള എന്തുണ്ട്, വസ്തുക്കളുണ്ട്. അപ്പൊ ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയൊക്കെയാ നമുക്ക് പറയാൻ പറ്റുക? മിസ്സിന്റെ മക്കള് മിസ്സിന്റെ കൂടെ പറഞ്ഞു നോക്കി, ആരെയൊക്കെ നമുക്ക് പറയാൻ പറ്റും? നമ്മുടെ ഐസ് അല്ലെ. ഐസ് എന്ന് പറയുന്നത് എന്താണ്, ഖരാവസ്ഥയില് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവാണ് അല്ലെ. ഇവിടെ നിങ്ങൾ കാണുന്നതൊക്കെ നമ്മുടെ ഇഷ്ടികയാവട്ടെ, ചീർപ്പാവട്ടെ, മിസ്സിന്റെ കയ്യിലുള്ള ഈ പെൻസിൽ ആവട്ടെ അല്ലെ, മിസ്സിന്റെ കയ്യിലുള്ള ഈ മൗസ് ആവട്ടെ, ഇവിടെ കാണുന്ന കാർ ആവട്ടെ, ഇതൊക്കെ എന്താണ്, സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ, ഈ പറയുന്ന ഖരാവസ്ഥയിലുള്ള ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ദ്രാവകം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളുകളായിട്ട് നമുക്ക് ആരെയൊക്കെ പറയാൻ പറ്റും? നമുക്കറിയാം, നമ്മൾ എല്ലാവരും കുടിക്കുന്ന കുടിവെള്ളം ഉണ്ടല്ലോ, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. പാല് അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ചായ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളുകളാണ്, ദ്രാവക അവസ്ഥയിലുള്ള ആളുകളാണ് അല്ലെ. ആൻഡ് നമ്മുടെ വാതകത്തിലേക്ക് വരുവാണെങ്കിലോ, നമ്മൾ ശ്വസിക്കുന്ന അല്ലെ വായു, നമുക്ക് ചുറ്റുമുള്ള എയർ എന്താണ്, വാതകാവസ്ഥയിലുള്ളതാണ്. നമ്മൾ ബലൂണിൽ നിറയ്ക്കുന്ന ആള്, അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് ആവിയായിട്ട് പോകുന്നല്ലേ, ആവി കാണുന്നില്ലേ നമ്മൾ. ഇപ്പൊ ഈ ആവി അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയുന്നതൊക്കെ എന്താണ്, വാതകാവസ്ഥയാണ് അല്ലെ. വാട്ടർ വേപ്പർ ആണ്, വാതകാവസ്ഥയിൽ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകളാണ്. അപ്പൊ ഈ 3 അവസ്ഥയിലുള്ള ആളുകള് നമ്മളിപ്പോ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു അല്ലെ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലൊക്കെ പറഞ്ഞു. ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ, ഈ 3 അവസ്ഥയിലുള്ള വസ്തുക്കളുടെ പ്രത്യേകതകളാണ്. അത് ഓരോന്നായിട്ടാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ. സോളിഡ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തു ആണെങ്കിൽ അല്ലെ, ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ആണെങ്കിൽ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന്റെ വലിപ്പവും അതിന്റെ ആകൃതിയും ഒക്കെ. ഇപ്പൊ ഞാൻ ഈ പെണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് പറയാൻ പറ്റും. എന്റെ കയ്യിൽ ഈ പെണ്ണ് വെച്ച് കഴിഞ്ഞാലും താഴെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നാലും ഒന്നും ഈ പെണ്ണിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി എന്താവുന്നില്ല, മാറുന്നില്ല. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണേ. ആൻഡ് നമുക്കറിയാം, ദേ ആർ നോട്ട് ഏബിൾ ടു ഫ്ലോ. അവരെ ഒഴുകാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കയ്യിൽ ഐസ് ഉണ്ട്, ഐസ് ഒഴുകൊന്നുമില്ല. ഐസ് ഒഴുകി കഴിക്കുമോ? ഇല്ല. ഐസ് അവിടെ കിടക്കും. ഐസ് ഉരുകി വെള്ളമായാൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ഒഴുകുന്നുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്തു, ലിക്വിഡിലേക്ക് മാറി അല്ലെ, നമ്മുടെ ദ്രാവകത്തിലേക്ക് മാറി. ഇനി ഇവർക്ക് ഭാരമുണ്ട്, നമുക്കറിയാം അല്ലെ, ഇതൊക്കെ വെയിറ്റ് ഉള്ള ആളുകളാണ്. ഇതിനൊക്കെ എന്തുണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. ആൻഡ് ഇതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓഫ് കോഴ്സ് അല്ലെ, ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു സോളിഡ് സ്റ്റേറ്റിൽ ഖരാവസ്ഥയിലുള്ള ആളാണെങ്കിൽ അതിനെ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനെന്താണ്, ഒരു സ്ഥലം, അതിനെ ഒക്യുപ്പൈ ചെയ്യാൻ, അതിനെ സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ആരാണ്, സോളിഡ്സ് ആണ്, ഖരാവസ്ഥയിലുള്ള ആളുകളാണ്. ഇനി നമ്മൾ ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ, നമ്മുടെ എന്താണ് ദ്രാവകങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ലിക്വിഡ്സ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതി ഇവർക്കില്ല
ഇല്ല. ഇപ്പൊ കുറച്ച് വെള്ളം ഞാൻ കുറച്ച് വെള്ളം എന്റെ കയ്യിൽ എടുക്കുന്നതും ആ വെള്ളം ദാ ഇവിടെ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള പാത്രങ്ങൾ അല്ലെ, നോക്കിയാൽ നിങ്ങൾ പാത്രത്തിന് വ്യത്യസ്ത ആകൃതിയുണ്ട്. ഈ ഓരോ പാത്രത്തിൽ ഞാൻ എടുക്കുമ്പോഴും അതിന്റെ ആകൃതിയായിട്ട് മാറും നമ്മൾ എടുത്ത വെള്ളത്തിന് അല്ലെ. അപ്പൊ വെള്ളത്തിന് കൃത്യമായിട്ടൊരു ആകൃതി ഇല്ല. നമുക്ക് പറയാൻ പറ്റുമോ വെള്ളം ഉരുണ്ടിട്ടാണ്, വെള്ളം നീണ്ടിട്ടാണ്, വെള്ളം എന്താണ് ഈ ഉരുണ്ടിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏത് ബോട്ടിലാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഉള്ളത് അതിന്റെ ആകൃതിയാണ് ആർക്കുണ്ടാവുക, നമ്മുടെ വെള്ളത്തിന് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഓർത്തു വയ്ക്കുക നിങ്ങൾക്ക്, ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ വെസൽസ് ദാറ്റ് കണ്ടെയ്ൻ അല്ലെ, ദ്രാവകങ്ങൾ അവർ ഉൾക്കൊള്ളുന്ന പാത്രങ്ങളുടെ ആകൃതിയിലാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഏബിൾ ടു ഫ്ലോ. നമുക്കറിയാം അല്ലെ, നമ്മൾ കുറച്ച് വെള്ളം കയ്യിലേക്ക് ഒഴിച്ചാൽ അത് ഇങ്ങനെ ഒഴുകിപ്പോവും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒഴുകി നടക്കാനായിട്ട് പറ്റും. അവർക്ക് ഭാരം ഉണ്ട്. ഒരു കുപ്പി വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വെച്ചാൽ തന്നെ നമുക്കറിയാം അതിനൊരു വെയിറ്റ് ഉണ്ട്, അതിനൊരു ഭാരം ഉണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള ഭാരമുണ്ട്. ആൻഡ് ഇതിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കാരണം ചെറിയൊരു ബോട്ടിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബോട്ടിൽ നിറയുന്നത് വരെ ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം എന്താ, അതിന് നിൽക്കണമെങ്കിൽ എന്ത് വേണം, ഒരു സ്ഥലം അത്യാവശ്യമാണ് അല്ലെ. ഇനി നേരെ മറിച്ച് നമ്മുടെ വാതകം ഗ്യാസിലേക്ക് നമ്മൾ വരുമ്പോഴോ, ഗ്യാസിന് എന്തില്ല, ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് അല്ലെ. വാതകത്തിന് നമ്മൾ ദ്രാവകത്തിനെ പറ്റി പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. നമ്മുടെ ചുറ്റും ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ത്, വാതകം അല്ലെങ്കിൽ ഗ്യാസുകൾ അല്ലെ, നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള വാതകങ്ങള്. പക്ഷെ അതിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം, സ്ഥലമൊക്കെ അതിന് വേണം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്തു കേട്ടോ, നമ്മുടെ കയ്യിലൊരു പാട്ടയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാട്ടയിൽ വെള്ളമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ഇല്ല എന്നല്ല അർത്ഥം. അതിനകത്തൊക്കെ എന്തുണ്ട്, നമ്മുടെ ചുറ്റുള്ള എയർ, എവിടെ ഇത്തിരി സ്ഥലം കണ്ടാലും അവിടെയൊക്കെ ആരുണ്ടാവും, എയർ അല്ലെങ്കിൽ വായു ഉണ്ടായിരിക്കും അല്ലെ, വാതകം അല്ലേ അത്. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് ഈ നമ്മുടെ മഗ് ഉണ്ടല്ലോ, പാട്ടാന്നല്ലേ പറയാറ് നിങ്ങളൊക്കെ, അതെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കമഴ്ത്തി കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ എന്താണ് ആ പാട്ടേന്റെ അകത്ത് വെള്ളം കയറുന്നതിനനുസരിച്ച് എയർ ബബിൾസ്, ഗുളു 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 സൗണ്ടിൽ കുറെ എയർ ബബിൾസ് അല്ലെ, വായുകുമിള പോകുന്നത് കാണാം. ഇതെന്തുകൊണ്ടാ, അതിന്റെ ഉള്ളിൽ നിൽക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ അത് എസ്കേപ്പ് അടിക്കും, അത് പെട്ടെന്ന് പുറത്തേക്ക് പോകും. അതിന് എവിടെയാണെങ്കിലും എന്ത് വേണം, നിൽക്കാൻ സ്ഥലം വേണം അല്ലെ. ആൻഡ് ഗ്യാസസ് ക്യാൻ സ്പ്രെഡ്. ഇവർക്ക് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഒരു സ്മെല്ല് പെട്ടെന്ന് കിട്ടും അല്ലെ, ദൂരത്തുനിന്ന് പോലും നമുക്ക് കിട്ടും. കാരണം എന്താണ്, ഇതിനെ വ്യാപിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അല്ലെ. ആൻഡ് ഗ്യാസസ് ഹാവ് പവർ. വായുവിന് ശക്തിയുണ്ട്. അതെങ്ങനെയാ മനസ്സിലാവുക, വായുവിന് ശക്തി ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാവുക, നമ്മുടെ കാറ്റിനൊക്കെ ആലോചിക്കാൻ നിങ്ങൾ, അതിന് എന്തുണ്ട്, യെസ് ശക്തിയുണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ട് അല്ലെ. ആൻഡ് നമുക്കറിയാം ഇതിന് എന്തുണ്ട്, വെയിറ്റ് അല്ലെങ്കിൽ ഭാരം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം 2 ബലൂണ് നമ്മൾ ഇതാ ഈ കാണുന്ന രീതിയിൽ തൂക്കി ഇട്ടിട്ടുണ്ടല്ലോ. ഈ ഒരു ബലൂണിന് ഒരു ഹോൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ബലൂണിലുള്ള കാറ്റൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുവോ, ഇല്ല അല്ലെ. ഈ പറയുന്ന ഈ ബലൂണിലാണ് ഹോൾ ഉള്ളതെങ്കിൽ ഈ ബലൂണിലുള്ള വായൊക്കെ പുറത്തു പോകുന്നതിനനുസരിച്ച് ഈ ബലൂണിന്റെ കാറ്റ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മൾ ഈ ബലൂണ് കുറച്ചുകൂടെ താഴേക്ക് വരാൻ തുടങ്ങും അല്ലെ, നമ്മുടെ ഈ പറയുന്ന സ്കെയില് കുറച്ച് ചരിയാനൊക്കെ തുടങ്ങും. അത് എന്തുകൊണ്ടാ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന 2 ഭാഗത്തും ഒരേ വെയിറ്റ് ഉണ്ടാവുമ്പോഴാ. അപ്പൊ ഇവിടുത്തത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്താണ് വെയിറ്റ് കൂടുതൽ, അപ്പൊ വെയിറ്റ് കൂടുമ്പോ അതിങ്ങനെ താഴാൻ തുടങ്ങൂലേ. അത് എന്തുകൊണ്ടാ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ബലൂണിനൊക്കെ ഒരേ വെയിറ്റ് ആണ് അല്ലെ, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള വായു ഉണ്ട്. അപ്പൊ ഇതിലുള്ള വായു ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് വെയിറ്റ് കുറഞ്ഞു വന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക വാതകങ്ങൾക്കും എന്തുണ്ട്, ഭാരമുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്റെ മക്കൾ ഓർത്തു വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ പ്രാണ ബാച്ചിൽ ഇപ്പൊ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, യെസ് മെഗാ ഓഫർ ഉണ്ട് അല്ലെ, 30% ഓഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റും. ക്രിസ്മസ് എക്സാമിന്റെ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കൂട്ടത്തിൽ നമ്മുടെ LSSന്റെ ബാച്ചിന്റെ കാര്യം നിങ്ങൾക്കറിയാം, ഫ്രീ ബാച്ചാണ് ജ്വാല ബാച്ച് എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ജ്വാല ബാച്ചിലും ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ബാച്ചാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ മക്കളിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരും. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ 4ാം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.